വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സമയം നന്നായി ഉപയോഗിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 9:4 എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. സമയത്തിന്റെ മൂല്യം യേശു പൂർണ്ണമായി മനസ്സിലാക്കി. അവന്റെ ഭൗമിക ശുശ്രൂഷ 3.5 വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. എന്നിരുന്നാലും ആ ചെറിയ കാലയളവിനുള്ളിൽ അവൻ നിരവധി ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുകയും വളർത്തുകയും ചെയ്തു. 12 മണിക്കൂർ പകൽ വെളിച്ചമില്ലേ? പകൽ സമയത്ത് നടക്കുന്ന ആരും ഇടറുകയില്ല, കാരണം അവർ ഈ ലോകത്തിന്റെ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് യോഹന്നാൻ 11:9 നമുക്ക് കാണാം. ഈ ലോകത്തിൽ ഇടറാതെ നടക്കാൻ നമ്മെ സഹായിക്കുന്നതിന് കർത്താവ് നമുക്ക് തന്റെ വെളിച്ചം നൽകിയിരിക്കുന്നു. നമ്മുടെ ആത്മീയ യാത്രയ്ക്കായി നമ്മെ നയിക്കാൻ അവൻ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. അപ്പോൾ വെളിച്ചം ഇപ്പോഴും നമ്മോടൊപ്പമുള്ളവൾ സമയം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ എത്ര യുവ ക്രിസ്തീയ പുരുഷന്മാരും സ്ത്രീകളും സമയം പാഴാക്കുന്നുവെന്ന് കാണുന്നത് വളരെ സങ്കടകരമാണ്. പല സഹോദരിമാരും ഫിഷനോ ലക്ഷ്യമില്ലാത്ത മാസികകളോ വായിക്കാൻ മണിക്കൂറുകൾ ചെലവഴിക്കുന്നു. എന്നാൽ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും വീണ്ടെടുക്കാനാവില്ല. അതൊരു അണക്കെട്ട് കടന്ന് ഒഴുകിയ വെള്ളം പോലെയാണ്. എത്ര കരഞ്ഞാലും അത് തിരികെ വരില്ല. ദൈവത്തിന്റെ പ്രിയ കുഞ്ഞെ, നിങ്ങളുടെ ദിവസത്തിലെ ഓരോ മണിക്കൂറും ആസൂത്രണം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാകട്ടെ. നിങ്ങളുടെ സമയം ജ്ഞാനപൂർവ്വം ഉപയോഗിക്കാൻ ബോധപൂർവമായ തീരുമാനമെടുക്കുക. ഓരോ പ്രഭാതത്തിലും ഇത് കർത്താവ് സൃഷ്ടിച്ച ദിവസമാണ് എന്ന് സന്തോഷത്തോടെ പ്രഖ്യാപിക്കുകയും അവനിൽ സന്തോഷിക്കുകയും ചെയ്യുക. ബൈബിൾ പറയുന്നു, ഇപ്പോൾ രാവിലെ നേരം വെളുക്കുന്നതിന് വളരെ മുൻപേ അവൻ എഴുന്നേറ്റ് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി അവൻ അവിടെ പ്രാർത്ഥിച്ചു എന്ന്. ഇത് മർക്കോസ് 1:35 നമുക്ക് കാണാം. കർത്താവിനെ അന്വേഷിക്കാൻ സങ്കീർത്തനക്കാരൻ അതിരാവിലെ എഴുന്നേറ്റ്, ഞാൻ പ്രഭാതത്തിനു മുൻപേ എഴുന്നേറ്റ് സഹായത്തിനായി നിലവിളിക്കുന്നു, ഞാൻ നിന്റെ വചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനം 147:147 പ്രഭാതം നിന്റെ അചഞ്ചലമായ സ്നേഹത്തെക്കുറിച്ചുള്ള വചനം എനിക്ക് നൽകട്ടെ, കാരണം ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ പോകേണ്ട വഴി എന്നെ കാണിക്കൂ, കാരണം ഞാൻ എൻ്റെ ജീവിതം നിന്നെ ഫലമേൽപ്പിക്കുന്നുവെന്ന് സങ്കീർത്തനം 143:8 കാണപ്പെടുന്നു. ദൈവസന്നിധിയിൽ നിങ്ങൾ ദിവസം ആരംഭിക്കുമ്പോൾ ആ ദിവസം മുഴുവൻ എങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്താമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തരും. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കാത്തിരിക്കുകയോ ദീർഘയാത്രയിലോ ആയിരിക്കാം. ആ നിമിഷങ്ങൾ പോലും ഉദ്ദേശപൂർവം ഉപയോഗിക്കാം. ഒരു നല്ല ആത്മീയ പുസ്തകം നിങ്ങളോടൊപ്പം കൊണ്ടുപോകുക. കാൽവറിയിലെ നിങ്ങളുടെ നോട്ടം ഉറപ്പിക്കുക. ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിത്യാനുഗ്രഹങ്ങൾ ലഭിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 90:12 ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 23, 24, 25 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 21 18 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.